നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ ആപ്പ്, വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ആപ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില ആളുകൾ ക്യാപ്കട്ട് ഉപയോഗിക്കാറുണ്ട് റീൽസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ചില ആളുകൾ ഇൻഷോട്ട് ഉപയോഗിക്കാറുണ്ട്. ചില ആളുകൾ കൈൻമാസ്റ്റർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആപ്പുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്പെട്ട ആപ്പുകളുണ്ടാവും. അതായിരിക്കും അവർ വീഡിയോ ക്രിയേറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് യൂട്യൂബ് തന്നെ പുറത്തിറക്കിയൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ചാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് വീഡിയോ എഡിറ്റിംഗ് ആപ്പ്. ക്രിയേറ്റേഴ്സിന് വേണ്ടി യൂട്യൂബ് പുറത്തിറക്കിയതാണ്. അപ്പോൾ ഏതാണ് ആപ്പ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ആ ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ ഇതാണ് ആപ്പ്. നിങ്ങളുടെ ആപ്പ് ജസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പ് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. യൂട്യൂബ് ക്രിയേറ്റ് എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിനെ പോലെയല്ല, നമുക്കിത് ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സൈൻ ഇൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട്, നിങ്ങളുടെ ഫോണിനകത്തുള്ള ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് ആപ്പ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ മധ്യഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പെർമിഷൻ കൊടുക്കാനുണ്ടാവും. പെർമിഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. ഗാലറിയിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ തന്നെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഇമ്പോർട്ട് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഈ ഒരു ആപ്പിനകത്തേക്ക് വരും. അതിനകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ വീഡിയോ സെലക്ട് ചെയ്തിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ താഴെ ഭാഗത്ത് സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അത് കട്ട് ചെയ്യാൻ സാധിക്കും. ആവശ്യമില്ലെങ്കിൽ ആ പീസിനകത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണുന്ന ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതങ്ങ് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴെ ഭാഗത്ത് വീഡിയോ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കളർ കുറഞ്ഞ വീഡിയോ ആണെങ്കിൽ കളർ കൂട്ടാനും ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റാനും തുടങ്ങിയിട്ട് നല്ല കളർഫുൾ ആക്കാൻ സാധിക്കുന്ന ഒരുപാട് എഫക്റ്റുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. ഫിൽറ്റേഴ്സുകൾ ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കളറാക്കി എടുക്കാൻ സാധിക്കും. അതിന് താഴെ കാണുന്ന ലൈൻ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ കളർ എഫക്റ്റ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീച്ചർ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ ആ വീഡിയോ ഭാഗത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് എഫക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ഉണ്ട്. നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കോൺട്രാസ്റ്റ്, ഹൈയസ്റ്റ്, അതുപോലെ തന്നെ ഷാഡോ, വൈറ്റ് പോയിൻറ്റ്, ബ്ലാക്ക് പോയിൻറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് സാച്ചുറേഷനൊക്കെ നമുക്ക് നല്ല സാധാരണ ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടിയുള്ള ഫീച്ചറുകളൊക്കെ വീഡിയോ എഡിറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ മികച്ചൊരു ഫീച്ചറാണ്. കാരണം സാധാരണ ഫോട്ടോ എഡിറ്റിങ്ങിലാണ് നമ്മൾ ഇത്രയും ഫീച്ചറുകൾ കാണാറുള്ളത്. എന്നാൽ അത് വീഡിയോക്കകത്ത് യൂട്യൂബിൻ്റെ ഈ ഒരു ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. തൊട്ടടുത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലൂവോ അല്ലെങ്കിൽ ഗ്രീനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ട്രാൻസിഷൻ, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങും എൻഡും ഒക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ആനിമേഷൻ ആഡ് ചെയ്യാനും വീഡിയോക്ക് സ്പീഡ് കൂട്ടാൻ, വോളിയം കുറഞ്ഞ വീഡിയോസ് ആണെങ്കിൽ വോളിയം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ വോളിയം കൂട്ടി കൊടുക്കാൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഓഡിയോ ക്ലീനപ്പ് ചെയ്യാൻ, അതായത് ഓഡിയോ ക്ലിയർ ഇല്ലെങ്കിൽ ക്ലിയർ ആക്കി കൊടുക്കാനും, വീഡിയോ റൊട്ടേറ്റ് ചെയ്യാൻ, ഫ്ലിപ്പ് ചെയ്യാൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടുമിക്ക ഫീച്ചറുകളൊക്കെ വീഡിയോക്കകത്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇനി നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്ത ഭാഗം അങ്ങ് ടച്ച് ചെയ്ത് കൊടുത്താൽ വീഡിയോൻ്റെ സെലക്ട് അങ്ങ് ഒഴിവാക്കിയാൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക, ഓവർലേ ഓപ്ഷൻ ഉണ്ട്. വീഡിയോക്കകത്ത് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റിക്കർ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ജിഫ് സ്റ്റിക്കറുകളും ഒരുപാട് സ്റ്റിക്കറുകൾ കിട്ടും. സബ്സ്ക്രൈബ് ബട്ടണും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് സ്റ്റിക്കറുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഐക്കണുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മ്യൂസിക് ആഡ് ചെയ്യാൻ, വോയിസ് ഓവർ കൊടുക്കാൻ, ക്യാപ്ഷൻ ആഡ് ചെയ്യാൻ, ക്യാൻവാസ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒട്ടുമിക്ക ഫീച്ചറുകൾ ഇതിനകത്ത് ലഭ്യമാണ്. അപ്പോൾ സാധാരണ ഒരു വീഡിയോ എഡിറ്റിംഗ് അല്ല, വളരെ മികച്ചൊരു വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ ഫോട്ടോ എഡിറ്റിങ്ങിൽ കാണുന്ന ഒട്ടനേകം ബ്യൂട്ടി ഫിൽറ്ററുകളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ആവശ്യമുള്ള എഡിറ്റുകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം മുകളിലോട്ടുള്ളൊരു അരോ മാർക്ക് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടതാണ് ആ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഹൈ റെസൊല്യൂഷനൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക്
എക്സ്പോർട്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബ് തന്നെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.